സിക്സ്ത് ഡേ ഓഫ് ലെൻറ്റ് ക്രിസ്തീയ ജീവിതശൈലി എന്ന വിഷയത്തെ ആസ്പദമാക്കിയാണ് ചിന്തിക്കുന്നത്. അതിനായി തിരഞ്ഞെടുത്തിരിക്കുന്ന വേദഭാഗം മീഖാ പ്രവചനം 6-ാം അധ്യായം 1 മുതൽ 8 വരെയുള്ള വാക്യങ്ങൾ. മനുഷ്യ, നല്ലതെന്തെന്ന് അവൻ നിനക്ക് കാണിച്ചു തന്നിരിക്കുന്നു. ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനുമല്ലാതെ എന്താകുന്നു യഹോവ നിന്നോട് ചോദിക്കുന്നത്? മീഖായുടെ പ്രവചന ഗ്രന്ഥത്തിൽ മുഖ്യമായി 3 ചിന്താധാരകൾ കാണുവാൻ കഴിയും. ഒന്ന്, തൻ്റെ രാജ്യത്തിലെ ജനസമൂഹത്തിൻ്റെ പാപവും ദുഷ്ടതയും. 2, അതിനെതിരെ ദൈവം അയക്കുവാൻ പോകുന്ന കൊടിയ ന്യായവിധി. 3, ഈ ശിക്ഷ സംഭവിച്ച ശേഷം ഒരു ശേഷിപ്പിലൂടെ ദൈവം നടത്തുവാനിരിക്കുന്ന മഹത്വകരമായ ഉദ്ധാരണ പ്രവർത്തനം. ഈ ചിന്തകളിലൂടെയും ദൈവം തൻ്റെ ജനത്തോട് ആവശ്യപ്പെടുന്നത് ന്യായം പ്രവർത്തിക്കുവാനും ദയാതൽപരനായിരിക്കുവാനും നിന്റെ ദൈവത്തിൻ്റെ സന്നിധിയിൽ താഴ്മയോടെ നടക്കുവാനും തന്നെയാണ്. ദൈവജനത്തിൻ്റെ വിഗ്രഹ ആരാധനയെയും അധാർമിക ജീവിതത്തെയും പ്രവാചകൻ ശക്തമായി അപലപിച്ചിരിക്കുന്നു. തൻ്റെ ജനങ്ങളുടെ കഷ്ടപ്പാടുകളെക്കുറിച്ച് ആഴമായ ഒരു ഹൃദയഭാരം അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. ധനികരും അധികാരശക്തിയുള്ളവരും സാധുജനങ്ങളെ പീഡിപ്പിക്കുന്നതിനെപ്പറ്റി ഉള്ള ഹൃദയഭാരത്തോടെ മീഖാ പ്രവാചകൻ തൻ്റെ രാജ്യവാസികളുടെ ദുഷ്ടതയെ ശക്തമായ ഭാഷയിൽ അപലപിക്കുന്നു. സാമൂഹിക രാഷ്ട്രീയ അധികാരങ്ങൾ സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി ഉപയോഗിക്കുന്നവരെ അദ്ദേഹം കഠിനമായി ശാസിക്കുന്നു. മാനസാന്തരത്തിനുള്ള ആഹ്വാനമാണ് മീഖാ പ്രവാചകൻ ഇവിടെ ആവശ്യപ്പെടുന്നത്. യഹോവ അകൃത്യം ക്ഷമിക്കുകയും തൻ്റെ അവകാശത്തിൽ ശേഷിപ്പുള്ളവരോട് അതിക്രമം മോചിക്കുകയും ചെയ്യുന്ന നിന്നോട് സമനായ ദൈവമാരുള്ളൂ. അവൻ എന്നേക്കും കോപം വെച്ചുകൊള്ളുന്നില്ല. ദയയിലല്ലോ അവന് പ്രസാദമുള്ളത്. അവൻ നമ്മോട് വീണ്ടും കരുണ കാണിക്കും. നമ്മുടെ അകൃത്യങ്ങളെ ചവിട്ടിക്കളയും. അവരുടെ പാപങ്ങളെ ഒക്കെയും സമുദ്രത്തിൻ്റെ ആഴത്തിലിട്ടുകളയും. മീഖാ 7:18. 2-ാം ഭാഗമായി തിരഞ്ഞെടുത്തിരിക്കുന്നത് വിശുദ്ധ മത്തായി എഴുതിയ സുവിശേഷം 5-ാം അധ്യായം 1 മുതൽ 12 വരെയുള്ള വാക്യങ്ങൾ ഭാഗ്യവർണ്ണനയെ പറ്റിയാണ്. Sermon on the Mount. Jesus told the people should love their enemies, forgive others, and care for the poor. Jesus also emphasized living life of integrity, righteousness, and being humble. The main message: Jesus condemns those who judge others without sorting out their own affairs on the matter. Judge not, that ye not be judged. In short, on the Sermon on the Mount, message of love, compassion, and selfishness. Speak to the mountain, Jesus means using a metaphor to illustrate power of faith. Jesus was demonstrating that what is impossible for humans is possible for God. Jesus was teaching people to pray in faith, understanding 2 things of beatitude. 1, to be poor in spirit means to be humble and teachable. We will face challenge and problems that will test us. The 5 moral lessons of Jesus teach here: selflessly loving your neighbors, loving your enemies, forgiving others, serving others, and having faith. The golden rule: do to others what you would have them to do to you. മറ്റുള്ളവർ നിങ്ങൾക്ക് ചെയ്യുവാൻ ആഗ്രഹിക്കുന്ന കാര്യങ്ങൾ നിങ്ങൾ മറ്റുള്ളവർക്ക് ചെയ്യുക എന്നതാണ് ഇവിടെ പ്രമാണം. ഈ വചനങ്ങളാൽ കേൾവിക്കാരായ നമ്മെ ഏവരെയും ദൈവം അനുഗ്രഹിക്കട്ടെ.